വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കോൽപ്പപ്പടം വെച്ചിട്ടുള്ള ഒരു 4 മണി പലഹാരമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. ഇനി നമുക്ക് അതിലേക്കുള്ള ബാറ്റർ റെഡി ആക്കി എടുക്കാം കേട്ടോ. അതിനൊരു പാത്രം എടുത്ത് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് അപ്പക്കാരും പാകത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ വരെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു ബാറ്റർ നമ്മൾ എണ്ണ ചൂടാകുമ്പോഴത്തേന് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കണേ. അപ്പോൾ നമ്മൾ കോൽപ്പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ കോൽപ്പപ്പടും ഇതുപോലെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ കോൽപ്പപ്പടും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെന്താ ചെയ്യാൻ പോണേന്ന് അറിയോ? അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്ററിലേക്ക് ഓരോ കോൽപ്പപ്പടം എടുത്ത് അതിലേക്ക് മുക്കി നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചെറുകടി ഇവിടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കോൽപ്പപ്പടം എല്ലാം മാവിൽ മുക്കി പൊരിക്കാം കേട്ടോ. അപ്പോൾ നമ്മളവിടെ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കോൽപ്പപ്പടം കൊണ്ട് നമുക്കൊരു പാത്രം നിറയെ കടികൾ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊന്ന് ഞാൻ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയാണ് കേട്ടോ ഉള്ളെല്ലാം കാണാൻ. അപ്പോൾ ഇതിന് കെച്ചപ്പിൽ മുക്കി തിന്നണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ ഇസ്മി ചക്കരാമി വ്ലോഗ്. ബൈ ബൈ.